ഇറാനെ പൂർണ്ണമായി തകർത്തു, ഇനി യുദ്ധം ആവശ്യമില്ലെന്നും സൈന്യം പിൻവലിക്കുന്നു എന്നുമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ നടത്തിയ 19 മിനിറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം. ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത വിധം തകർന്നടിഞ്ഞിരിക്കുന്നു ഇറാൻ. ഇനി അവരെ മേലെ ഒരു മാരകമായിരിക്കുന്നൊരു യുദ്ധം ആവശ്യമില്ല, അനാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഏറെക്കുറെ 15 മിനിറ്റ് കഴിഞ്ഞതോടുകൂടി ഇസ്രായേലിലേക്ക് ഇറാൻ തീമയ വർഷിച്ചു. നിലക്കാത്ത രീതിയിലുള്ള മിസൈലിൻ്റെ പെരുമയ തെല്ലവീവ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തേക്ക് പ്രവേശിച്ചു എന്നുള്ളതും ചിലതൊക്കെ തടയാൻ വേണ്ടി സാധിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നു. എന്നാൽ തകർത്തത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിനൊന്നും കൃത്യമായിരിക്കുന്ന ഉത്തരവില്ല. കാര്യം ഈ ഏരിയയിലെല്ലാം അവരുടെ പ്രതിരോധ സംവിധാനം അപ്പാടെ തൂത്തെറിയപ്പെട്ടിട്ടുണ്ട്. ഇറാനെ പൂർണ്ണമായി നശിപ്പിച്ചു, യുദ്ധം ആവശ്യമില്ല, ഇനി അത്തരമൊരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല, 2-3 ആഴ്ചക്കിടയിൽ തന്നെ സൈനിക പിന്മാറ്റം ഉണ്ടാവും എന്നൊക്കെയാണ് വലിയ വീരവാദം മുഴക്കിയത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അല്ലെങ്കിലും അമേരിക്കക്കാർ അല്ലെങ്കിൽ യൂറോപ്യന്മാരൊക്കെ യുദ്ധത്തിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പച്ച നുണയന്മാരാണ്, നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇതിലുള്ള ഒരു പ്രത്യേകത, ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പ്രത്യേകത ഒരു സംഭവം നടന്നത്, ഈ ഇറാനിൽ നിന്ന് ഇസ്രായേൽ നേരെ നടന്നിരിക്കുന്ന മിസൈൽ ആക്രമണം ഇസ്രായേൽ സ്ഥിരീകരിച്ചു. നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല, സ്ഥിരീകരണം നടത്തി. അതിനോടനുബന്ധിച്ച് സൈനിക മേധാവി പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു പ്രസ്താവനയിൽ പറയുന്നത്, ഇനി എങ്ങാനും ഇറാൻ ആക്രമിച്ചാൽ തങ്ങൾ തിരിച്ചടിക്കും, മാത്രമല്ല അതിനെ പ്രതിരോധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ എന്ന് ഉദ്ദേശിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ക്ഷയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഇസ്രായേലിലേക്ക് നടത്തിയ ഇറാന്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടാണ് സൈനിക കമാൻഡർ പറഞ്ഞത് ഇനി ആക്രമിച്ചാൽ എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ ആക്രമിച്ചിടത്തോളം തങ്ങൾക്ക് പരാതിയൊന്നും ഇല്ല എന്ന് പറയേണ്ടി വരും. തിരിച്ചടിക്കുമെന്ന് പറയാം. തിരിച്ചടിയുടെ ശേഷിപ്പ് പോലും യഥാർത്ഥത്തിൽ ആരോഗ്യത്തോടു കൂടി ഇസ്രായേലിന് ഇല്ല എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും സഹായങ്ങൾ മറ്റ് രാജ്യങ്ങൾ നൽകിയെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാൻ വേണ്ടി സാധിക്കൂ. നിലവിൽ ലോകത്തുള്ള ഒരു രാജ്യവും തങ്ങൾക്ക് ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആയുധം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഈ ഇറാൻ്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇറാനുമായിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പരസ്യമായ രീതിയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ മറ്റു ലോക രാജ്യങ്ങൾ ഇറാനെ പേടിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അമേരിക്ക തന്നെ പല ഘട്ടങ്ങളിലും ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ബജറ്റുമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്ത് ആയുധങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അനുമതി പത്രം നേടുകയും ചില പണം പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ അമേരിക്കയുടെ സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനാണ് എന്ന് ചുരുക്കം. ഈ ഒരു സ്ഥിതിയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ലോകം ഇപ്പോൾ നോക്കി നിൽക്കുന്ന കാര്യം അമേരിക്ക എന്താണ് പറയുന്നത്, അമേരിക്ക പറയുന്നത് ഇറാൻ എന്താണ് മറുപടി നൽകുന്നത്, എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത്. ഒരിക്കൽ പോലും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവർ പറയുന്നത് ലോകം വിശ്വസിക്കുന്നില്ല. നുണയന്മാരാണ്, കള്ളത്തരം മാത്രമേ അവർ പറയൂ എന്നുള്ളത്. മിസൈലിൻ്റെ ശേഷി പൂർണ്ണമായി അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് വല്ലാതെ വൈകുന്നതിന് മുമ്പാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ളത് ലോകത്തെ തന്നെ ഞെട്ടിച്ച കാര്യമാണ്. വീരവാദം മുഴക്കിയിട്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് സംസാരിച്ച് തുടങ്ങിയത് തന്നെ. പ്രധാന യുദ്ധ ലക്ഷ്യങ്ങൾ തങ്ങൾ കൈവച്ചിരിക്കുന്നു, യുദ്ധം അവസാനിക്കുകയാണ്. എന്തൊക്കെയാണ് ഞങ്ങൾ കൈവരിച്ച മെച്ചങ്ങൾ? മിസൈലിൻ്റെ സർവ്വ മേഖലയും തകർക്കപ്പെട്ടിരിക്കുന്നു, ആത്മീയ നേതാക്കളെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു, സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നു, അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റി പോലെയുള്ള മേഖലകൾ ഇല്ലാതാക്കിയിരിക്കുന്നു, പിന്നെ ആണവ പദ്ധതി തകർക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ പരിശോധിക്കുന്ന സമയത്തോ ആണവ പദ്ധതി തകർക്കപ്പെട്ടിട്ടില്ല. അവർ വലിയ രീതിയിലുള്ള ഭൂഖണ്ഡാന്തര മിസൈലൊക്കെ എത്രയോ പ്രയോഗിച്ചു, പക്ഷേ അതിന് കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല. ബിൽഡിങ്ങുകൾ തകരുക മാത്രമാണ് ചെയ്തത്. ഒന്നുകിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആണവായുധം അവരുടെ കൈവശത്തിലുണ്ട്, അത് മാറ്റപ്പെട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ അവർ വലിയൊരു സുരക്ഷിതാ സംവിധാനത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നീട് ഈ മിസൈൽ ശേഷിപ്പ് എന്ന് പറഞ്ഞാൽ അവർ മിസൈൽ ആക്രമിക്കുന്നത് പബ്ലിക്കായിരിക്കും. അത് ഇറാൻ്റെ തലസ്ഥാനമായിരിക്കും തെഹ്റാനോട് കേന്ദ്രീകരിച്ചുള്ള ഭാഗങ്ങളാണ് പല ഘട്ടങ്ങളിലും അമേരിക്ക ആക്രമിക്കുക. യഥാർത്ഥത്തിൽ ആളുകൾ താമസിക്കാത്ത, ജനവാസമില്ലാത്ത, വെള്ളമില്ലാത്ത അങ്ങനത്തെ ഏരിയകൾ ഇഷ്ടംപോലെ കിലോമീറ്ററോളം പരന്നു കിടക്കുകയാണ് ഇറാൻ്റെ മരുഭൂമി എന്ന് പറയുന്ന പ്രദേശം.
അതിലുള്ള പർവ്വതങ്ങളുടെ തായ്വാരത്തിലാണ് മിസൈൽ സിറ്റികൾ നിർമ്മിച്ചത്. അത് കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല. ചില മാളങ്ങൾ ഞങ്ങൾ തുറക്കാൻ വേണ്ടി പോവുകയാണ്, അതിനാൽ ഇന്ന ഏരിയകളിൽ നിന്ന് ഈ ഇസ്രായേലിൻ്റെ പൗരന്മാർ മാറി നിൽക്കണമെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പ്രസ്താവിച്ചത്. ആ മേഖല കേന്ദ്രീകരിച്ച് 30-ലധികം തവണയാണ് മിസൈലിൻ്റെ പെരുമഴ പെയ്തത്. തകർക്കപ്പെടാത്ത ബിൽഡിങ്ങുകൾ വളരെ കുറവാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരിയിൽ എന്ന് പറയുന്ന സമയത്ത്. അത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. ലോകം മുഴുവൻ ഒരു ഭാഗത്തും ഞങ്ങൾ ഒറ്റക്കും യുദ്ധം ചെയ്താൽ ആ യുദ്ധത്തിൽ ഞങ്ങൾ അതിജീവിക്കുമെന്നുള്ളതാണ് ഇസ്രായേലികളുടെ അഹങ്കാരം. പല ഘട്ടങ്ങളിലും അവർ പറയാറുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഭരണാധികാരികളാണ് ഈ അഹങ്കാരം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇറാൻ്റെ പകുതി പോലും വേണ്ട, അല്ലെങ്കിൽ ഇറാൻ്റെ കുറഞ്ഞൊരു ശതമാനം സൈന്യം മാത്രം ഉണ്ടെങ്കിൽ പോലും ഇസ്രായേലിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഇസ്രായേൽ തകരാത്തതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഇസ്രായേൽ അമേരിക്കയോട് ചാരി നിൽക്കുന്നു, അമേരിക്കയാണ് യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലിന് വേണ്ടിയിട്ട് എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ഇരയല്ല ഇസ്രായേൽ. ഒതുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു പ്രവിശ്യയിലെ ഒരു ഭരണ സംവിധാനം മാത്രം മതി. 31 പ്രവിശ്യയിലെ ഒരു ഭരണ സംവിധാനം മാത്രം വിചാരിച്ചാൽ മണിക്കൂറുകൾക്കകം ഇസ്രായേൽ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ അവരുടെ കരുത്ത് ശക്തി എന്ന് പറയുന്നത് എന്താണ്? അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ആണവ പദ്ധതി തകർന്നിട്ടില്ല, അവരുടെ മിസൈൽ പദ്ധതി തകർന്നിട്ടില്ല. ഭരണമാറ്റം നടക്കും എന്നായിരുന്നു പറഞ്ഞ് ഭരണമാറ്റം നടന്നിട്ട് ഭരണമാറ്റം നടത്താനൊന്നും സാധിക്കുകയില്ല. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്. പണം ഉണ്ടെങ്കിൽ മാത്രമേ അതിലൂടെ പോകാൻ വേണ്ടി പറ്റൂ. എന്നാൽ പണം ഉണ്ടെങ്കിലോ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അവർക്ക് അനുകൂലിക്കുന്നവരെ വിടുകയില്ല. ഈ തരത്തിലാണ് ഇപ്പോഴത്തെ ഇറാൻ്റെ അവസ്ഥാ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് അത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീതി പരത്തുന്ന രീതിയിലാണ്. 2 തരത്തിലാണ് അവിടെ ഭരണ സംവിധാനങ്ങളുള്ളത്. ഒന്ന് മിതവാദികളാണ്. ആയത്തുള്ള അലി ഖംനായി അടക്കമുള്ള നേതൃത്വ നിലയിലുള്ളവരെല്ലാം മിതത്തോട് കൂടിയിട്ട് സംസാരിക്കുന്നവരും ഇടപെടൽ നടത്തുന്നവരുമാണ്. പല വിഷയത്തിലും ഇതിനു മുൻപൊക്കെ അമേരിക്കയുമായിട്ട് നേർക്കുനേരെ യുദ്ധം ചെയ്യേണ്ട പല സാഹചര്യങ്ങളും ഖംനായി ഇടപെട്ടിട്ടാണ് ഇല്ലാതാക്കിയത്. വേണ്ട, അതായത് അവർ പക്വതയുള്ള ആളുകളും ഭരണ നേതൃത്വത്തിൽ ഒരുപാട് ഇരുന്ന ആളുകളും രാജ്യത്തിനും ജനങ്ങൾക്കും പ്രയാസം ഉണ്ടാകരുത് എന്ന് താല്പര്യമുള്ള ആളുകളാണ് ഖംനയൊക്കെ. ഖംനയുടെ പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വീഡിയോയിലൊക്കെ അയാളുടെ സമീപന രീതി, ചെറിയ കുട്ടികളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നതും കുട്ടികൾ അയാളോട് സംസാരിക്കുന്നതും അയാൾ മറുപടി പറഞ്ഞു ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖമല്ലാതെ ഖംനയുടെ മുഖമൊന്നും ആർക്കും കാണാൻ വേണ്ടി സാധിക്കില്ല. ഒരു ഭീകരവാദിയുടെ മുഖത്തിൻ്റെ ഭാവശൈലിയിലാണ് അമേരിക്കയുടെ പ്രസിഡന്റിനെയും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി സാധിക്കുക. അവരേതെങ്കിലും മിതത്വത്തോട് കൂടി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ചെറിയ കുട്ടികളെ ലാളിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇല്ല. അവർ ഗൗരവത്തിലുള്ള ഒരു വല്ലാത്ത ഒരു രീതിയാണ് മുഖത്ത് തന്നെ പ്രകടമാകുന്നത്. അത് തന്നെയാണല്ലോ പിന്നെ കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഇവരൊക്കെ ഇറാൻ്റെ പ്രസിഡന്റാണ് മസൂദ് പെസെഷ്കിയാൻ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സംസാരിക്കുകയും ഫോട്ടോഷൂട്ട് ഈ യുദ്ധത്തിൻ്റെ മുഖത്ത് അവരുടെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനിൽ നടത്തിയ ഒരു വലിയ പ്രകടനത്തിൽ, അതായത് ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രകടനത്തിൽ അദ്ദേഹം സുരക്ഷാ സംവിധാനം പോലും ഇല്ലാതെ പ്രകടനത്തിൽ പങ്കെടുത്തു. അപ്പോൾ അവരൊക്കെ ഒരു മിതത്വത്തോടു കൂടി ഉള്ളതാണ്. ആ മിതത്വത്തിലുള്ള ആളുകളുടെ കൈവശത്തിൽ നിന്ന് ഭരണ സംവിധാനം വ്യതിചലിച്ച് പോകുന്നുണ്ട് എന്ന് സംശയിക്കുന്നു. അങ്ങനെ ആ സമയത്ത് കഠിന ഹൃദയരായിരിക്കുന്ന, അല്ലെങ്കിൽ അത് ഇസ്രായേലും അമേരിക്കയുമായിട്ട് ഒരു തരത്തിലും വിട്ടുവീഴ്ച മനോഭാവം പോലും ഇല്ലാത്ത സൈനിക മേധാവികളുടെ കയ്യിലേക്ക് ഏറെക്കുറെ ഭരണം ഇറങ്ങി വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇത് അപകട സൂചനയാണ്. അമേരിക്കയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്തിട്ടുണ്ടാകും? ഏറ്റവും വലിയ നേതൃത്വ നിലയിലുള്ള സംവിധാനത്തെ ഇല്ലാതാക്കിയിരിക്കുന്നു. ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് ആരെങ്കിലും മുന്നിൽ നിന്ന് നേതൃത്വം നൽകണം എന്ന് പറയേണ്ട ആളുകളെ പോലും ഇല്ലാതായിരിക്കും. ഹമാസിൻ്റെ നേതൃത്വ നിരയും അവർ ചെയ്ത അങ്ങനെയാണ്. നേതൃത്വ നിര തലവെട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീവ്ര ചിന്താഗതിക്കാരാണ് അത് ആ ഭരണം ഏറ്റെടുക്കുക, ആ സംവിധാനം ഏറ്റെടുക്കുക. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ അങ്ങനെയാണ്. ഈ ഗൾഫ് രാജ്യത്തെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാൻ ആ രാജ്യത്തോട് മാപ്പ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. നിങ്ങളെ ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ സഹോദര രാജ്യമാണ് നിങ്ങൾക്കുണ്ടായിരിക്കുന്ന പ്രയാസത്തിൽ മാപ്പ് പറയുന്നു. വല്ലാതെ മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപ് തന്നെ സൈനിക കമാൻഡറിലെ മേധാവികൾ അത് തിരുത്തി ഞങ്ങൾ ഇനിയും ആക്രമിക്കും എന്ന് പറഞ്ഞു. എന്താണ് അതിൽ ഊഹിച്ച് മനസ്സിലാക്കേണ്ടത്? മിതത്വം ഇല്ലാതാകുന്ന സമയത്ത് ഈ കഠിന ഹൃദയർ ഭരണസാരഥ്യത്തിലേക്ക് വരുമ്പോൾ അതിന് ഏറ്റവും വലിയ മുറിവേൽക്കുക ഇസ്രായേലിനും അമേരിക്കക്കുമാണ്. ആയത്തുള്ള അലി ഖംനായുടെ കാലഘട്ടത്തിലല്ല, അദ്ദേഹത്തിൻ്റെ കാലശേഷമാണ് ഏറ്റവും കൂടുതൽ നാശങ്ങളും നഷ്ടങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും
ഇസ്രായേലിലും അമേരിക്കയെ പിന്തുണക്കുന്ന രാജ്യങ്ങളും അറേബ്യൻ രാജ്യങ്ങളും ഉണ്ടായത്. മിതത്വം നഷ്ടപ്പെടുന്ന സമയത്ത് തീവ്ര ചിന്താഗതിക്കാർ ഭരണത്തിലേറുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാനിൽ കണ്ടുവരുന്നത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് രാജ്യങ്ങൾ പോകുന്നുണ്ട് എന്ന് സംശയിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, നുണയനായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും നടപ്പിലാകുന്നതല്ല, ഉള്ളതുമല്ല, കള്ളത്തരവും പൊള്ളത്തരവുമാണ്. പറഞ്ഞ് 15 മിനിറ്റ് അവസാനിക്കുന്നതിന് മുമ്പ് അവർ പർവ്വതത്തിൻ്റെ ഭീം തുറക്കുകയും അതിൽ നിന്ന് ശത്രുക്കൾക്കെതിരെയുള്ള പ്രയോഗതന്ത്രങ്ങൾ പുറത്തിറക്കുകയും അത് മിസൈലായിട്ട് രൂപം പ്രാപിക്കുകയും അത് അവരുടെ തലസ്ഥാനമായിരിക്കുന്ന തെല്ലവീവ് കേന്ദ്രീകരിച്ചുകൊണ്ട് നാശങ്ങൾ വിതക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇറാൻ്റെ പത്രങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ്, ഈ അമേരിക്ക യുദ്ധം അവസാനിപ്പിച്ചാലും ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാതിരിക്കുന്ന സമയത്ത് കാഠിന്യപരമായിരിക്കുന്ന ആക്രമണത്തിൻ്റെ പെരുമായ ഇനിയും ഉണ്ടാകുമെന്ന് കൂടിയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.